അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അൽകുനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ അറബിക് ഗ്രാമറാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോകൾ കാണാത്തവർ നിർബന്ധമായും ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, മറുപടി തരുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കലിമത്തിൻ്റെ ഇനങ്ങളാണ്. അഖ്സാമുൽ കലിമ നോക്കാം നമുക്ക്. അഖ്സാമുൽ കലിമത്തി, കലിമത്തിൻ്റെ ഇനങ്ങൾ. അൽ കലിമത്തു സലാസത്തു അഖ്സാമിൻ, കലിമത്ത് 3 വിധമാകുന്നു. 1 ഇസ്മ്, 2 ഫിഅല്, 3 ഹർഫ്. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് കലിമത്ത് എന്ന് നമ്മൾ വിശാലമായി തന്നെ പറഞ്ഞു. കലിമത്തിൻ്റെ ഇനങ്ങളാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഇസ്മ്, ഫിഅല്, ഹർഫ് എന്നിങ്ങനെ 3 ഇനങ്ങളാണ് കലിമത്തുകൾ. അതിൽ നിന്ന് ഒന്നാമത്തത് അൽ അവലൻ അൽ ഇസ്ം. എന്താണ് ഇസ്മ? ഇസ്മിനെ കുറിച്ച് പറയുന്നു. ഉവ കലിമത്തുൻ ദല്ലത്ത് അല മഅനൻ ഫി നഫ്സിഹ വലം തഖ്തരിം ബിസമാനി. ഒരു കാലത്തോടും യോജിക്കാതെ സ്വന്തമായ ഒരു അർത്ഥത്തിന് അറിയിക്കുന്ന പദമാണ് ഇസ്മ് എന്നാൽ. നമുക്കതിൻ്റെ ഉദാഹരണം നോക്കാം. മുഹമ്മദ് എന്നുള്ളത് ഒരു കാലത്തോടും, കഴിഞ്ഞ കാലത്തോടോ അതല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തോടോ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു കാലത്തോടും യോജിക്കുന്നില്ല, സ്വന്തമായി ഒരു അർത്ഥമുണ്ട് താൻ. ഇങ്ങനെ വരുന്ന പദമാണ് ഇസ്മ്. അതുപോലെ ഫാത്തിമ, കലമുൻ, കിതാബുൻ, ഷജറത്തുൻ, ബൈത്തുൻ, കറമുൻ, ബുഖ്ലുൻ, ഇതെല്ലാം ഇസ്മുകളാണ്. ഇവകളെല്ലാം ഒരു കാലത്തോടും യോജിക്കാതെ സ്വന്തമായി ഒരർത്ഥത്തിന്. ശേഷം പറയുന്നത് ഫക്കുല്ലു കലിമത്തി മിനൽ കലിമാത്തി സാബിഖ. മുമ്പ് കൊടുത്ത ഈ കലിമത്തുകളെല്ലാം ഇസ്മുൻ, അത് ഇസ്മാകുന്നു. കാരണം ലിഅന്നഹ തദുല്ലു അല മഅനൻ ഫി നഫ്സിഹ വലം തഖ്തരിം ബിസമാനി. ഇതൊന്നും സ്വന്തമായ ഒരു അർത്ഥത്തിന് മേൽ അറിയിക്കുകയും ഒരു കാലത്തോടും യോജിക്കുന്നുമില്ല, അതുകൊണ്ടത് ഇസ്മാണ്. ഇനി നമുക്ക് ഇസ്മിൻ്റെ അടയാളങ്ങൾ നോക്കാം. അലാമാത്തുൽ ഇസ്മി, ഇസ്മിൻ്റെ അടയാളങ്ങൾ. ലിൽ ഇസ്മി അലാമാത്തുൻ തുമയ്യിസുഹു അനിൽ ഫീലി വൽ ഹർഫി. ഇസ്മിന് ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ ഫിഇലിൽ നിന്നും ഹർഫിൽ നിന്നും ഇസ്മിനെ വേർതിരിക്കുന്ന അടയാളങ്ങളാണ്. ഇദാ വജത്ത വാഹിദത്തൻ മിൻഹാ ഫീ കലിമത്തിൻ, ഒരു കലിമത്തിൽ, ഒരു പദത്തിൽ ആ അടയാളങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അടയാളം നീ എത്തിച്ചാൽ, ഔർ ഐത്ത അന്നഹ തഖബലുഹ, അല്ലെങ്കിൽ ആ അടയാളങ്ങൾ ഏതെങ്കിലും ഒരു അടയാളം സ്വീകരിക്കുന്നതായി നീ കണ്ടാൽ, ഫഹ്കും അലൈഹ ബി അന്നഹ ഇസ്മുൻ, അത് ആ കലിമത്ത്, ആ പദം ഇസ്മാണെന്ന് നിനക്ക് ഉറപ്പിക്കാൻ പറ്റും. ഏതൊക്കെയാണ് ആ അടയാളങ്ങളെന്ന് പറയാൻ പോകുന്നു. വഹിയ അൽ ജറു വ തൻവീനു വന്നിദാ വ അൽ വൽ ഇസ്നാദു ഇലഹി. ജറ്, തെൻവീന്, നിദ, അതുപോലെ തന്നെ അൽ, ഇസ്നാദ് അലി. ഈ 5 അടയാളങ്ങളാണ് ഇസ്മിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ. അതിൽ നിന്ന് ഓരോന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തത് അൽ ജറ്. എന്താണ് ജറ് എന്ന് പറഞ്ഞാൽ? ഹുവ ഇബാറത്തുൻ അനിൽ കസറത്തില്ലത്തി യുഹ്ദിസുഹൽ ആമിലു ഔ മാ നാബഹന്ന. ആമിലിൻ്റെ കാരണമായിട്ടുണ്ടാകുന്ന കസറിനെ കുറിച്ചാണ് ജറ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അതിനെ തൊട്ട് പകരം വരുന്ന ഒന്ന്. ഉദാഹരണം നോക്കാം. നഹ്വു സല്ലംതു അലാ മുഹമ്മദിൻ, സല്ലംതു അലാ മുഹമ്മദിൻ. ഇവിടെ മുഹമ്മദ് എന്നുള്ളത് ഇസ്മാണ്. അത് ഈ അല എന്നുള്ള ആമിൽ കാരണമായിട്ട് മുഹമ്മദിൻ എന്നുള്ളതിലേക്ക് ജറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അല എന്നുള്ള ആമിൽ കാരണമായി മുഹമ്മദിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലേക്ക് കസ്ര വന്നിട്ട് അതിനെക്കുറിച്ചാണ് ജറ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കസ്രത്ത് കൊണ്ടായിരിക്കാം ജറ്, അതല്ലെങ്കിൽ മറ്റു ചില ഹർഫുകളെ കൊണ്ടുമായിരിക്കാം. അത് നമുക്ക് പിന്നീട് പഠിക്കാൻ വരുന്നുണ്ട്. അതാണ് ഔ മാ നാബ അൻഹ എന്നവിടെ പറഞ്ഞത്. വനഹു കിതാബു സൈദിൻ മുഫീദുൻ. സെയ്ദിൻ്റെ കിതാബ് അത് മുഫീദാണ്. ഇവിടെ സെയ്ദ് എന്നുള്ളത് മുലാഫുൻ ഇലൈഹിയാണ്, മജ്റൂറുൻ, അത് ജറാക്കപ്പെട്ടതുമാണ്. ഈ സെയ്ദ് എന്നുള്ളതിന് കിതാബിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ ഈ സെയ്ദിൻ എന്നുള്ളതിലേക്ക് ജറ് വന്നു. സെയ്ദിൻ എന്നാണല്ലോ പറഞ്ഞത്.
അപ്പോൾ അതാണ് ജറ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം തൻവീനാണ്. ജറ് 2 തൻവീൻ. എന്താണ് തൻവീൻ എന്ന് പറഞ്ഞാൽ? വഹുവ നൂനുൻ സാക്കിനത്തുൻ തത്ബഉ ആഖിറൽ ഇസ്മി ലഫ്ളൻ. ഉച്ചരിക്കുന്ന സമയത്ത് ഇസ്മിൻ്റെ അവസാനത്തിൽ വരുന്ന സുക്കൂനുള്ള നൂനാണ് തൻവീൻ എന്ന് പറഞ്ഞാൽ. ഉത്ഫാലിഖു ഖത്തൻ, എഴുത്തിലതുണ്ടാവില്ല. ലിസ്തിഗ്നാഇ അൻഹ, അതിനാവശ്യം വരുന്നില്ല. ബിതക്റാർ ശക്ലത്തി ഇൻദല്ലബത്തി ബിൽ ഖലമി, കലമ കൊണ്ട് അതേ പേന കൊണ്ട് ക്ലിപ്തമാക്കുന്ന സമയത്ത് ആ തൻവീനിൻ്റെ രൂപം അത് ആവർത്തിക്കുന്നത് കൊണ്ട് ആ എഴുത്തിലതിൻ്റെ ആവശ്യം വരുന്നില്ല. കുല്ലു കലിമത്തിൻ തഖ്ബലു തൻവീന ഇസ്മാണ്, തൻവീനിനെ സ്വീകരിക്കുന്ന എല്ലാ പദങ്ങളും ഇസ്മാണ്. ഇതുപോലെ കിതാബിൻ, മുസ്ലിമാത്തിൻ, സ്വഹിൻ, ഹീനൈദ് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഇസ്മുകളാണ്. അത്തൻവീനു യക്കൂനു ബില്ലമ്മി, തൻവീൻ ചിലപ്പോൾ ലൊമ്മ കൊണ്ടായിരിക്കും. ജാ റജുലൻ, റജുലൻ എന്ന് പറയുമ്പോൾ ലൊമ്മിൻ്റെ തൻവീനാണ്. ചിലപ്പം ബിൽ ഫത്ഹ് കൊണ്ടായിരിക്കും. അതഖ്തുലൂന റജുലൻ എന്ന് പറയും പോലെ ബിൽ കസ്രി, ചിലപ്പം കസ്ര കൊണ്ടായിരിക്കും. നഹ്വ് ഔഹൈന ഇല റജുലിൻ എന്ന് പറയും പോലെ. അപ്പോൾ തൻവീന് ചിലപ്പോൾ ലൊമ്മായിരിക്കാം, ചിലപ്പോൾ കസ്റായിരിക്കാം, ചിലപ്പം ഫത്ഹായിരിക്കാം. ഇനി മൂന്നാമത്തത് ഇസ്മിനറിയാനുള്ള തിരിച്ചറിയാനുള്ള മൂന്നാമത്തെ അടയാളം നിദ ആണ്. ലാ യുനാദ ഇല്ലൽ അസ്മാ, ഇസ്മുകളല്ലാതെ വിളിക്കപ്പെടുകയില്ല. ഒരു കാര്യം വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഇസ്മുകളെ വിളിക്കപ്പെടുകയുള്ളൂ. ഫൈൻ വജത്തെ കലിമത്തൻ മുനാദാത്തൻ, വിളിക്കപ്പെടുന്ന ഒരു പദത്തിനെ എത്തിച്ചാൽ ഔ തഖ്ബലുൻ നിദ, അല്ലെങ്കിൽ നിദാഇനെ സ്വീകരിക്കുന്ന വിളിക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണെങ്കിൽ ഫഹ്കും അലൈഹ, നിനക്ക് ഉറപ്പിക്കാൻ സാധിക്കും അത് ഇസ്മാണെന്ന്. ഉദാഹരണം നോക്ക്, യാ ആദം, യാ സ്വാലിഹ്, യാ അയ്യുഹൻ നബി, യാ മറിയമു, യാ ജിബാലു, യാ അർളു. അപ്പോൾ ഇവിടൊക്കെ കണ്ടോ, എല്ലാം ഇതൊക്കെ ഇസ്മുകളാണ്. ഇസ്മുകളെ വിളിക്കപ്പെടാൻ പറ്റും. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉറപ്പിക്കാം അത് ഇസ്മാണോ എന്നുള്ളത്. നാലാമതായി ഇസ്മിനെ തിരിച്ചറിയാനുള്ള അടയാളം ദുഖൂൽ അൽ പ്രവേശിക്കലാണ്. ഇതാ ദഖലത്ത് അലിൽ മുഅറഫത്തു അലാ കലിമത്തിൻ, ഒരു പദത്തിൻ്റെ മേൽ മൈഡിഫൈയാക്കപ്പെട്ട അല്ല് പ്രവേശിച്ചാൽ ഹക്കംനാ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അലേഹ ബി അന്നഹ ഇസ്മൻ, അത് ഇസ്മാണെന്ന് നമുക്ക് ഉറപ്പിക്കപ്പെടാൻ പറ്റും. അതുപോലെ അൽ കലിമാത്തുൽ മുഖ്തലത്ത് ബി അൽ ഫീമാൽ, താഴെ കൊടുക്കുന്ന ആയത്തിൽ നോക്ക്, കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ. ഇവിടെ അല്ല് കൊടുത്ത പദങ്ങൾ ശ്രദ്ധിക്കുക. ഖിസാസ്, ഖത്ല, ഹുറ്, അബ്ദ്, ഉൻസ, ഇതെല്ലാം ഇസ്മുകളാണ്. കാരണം അതിലെല്ലാം അൽ എന്നുള്ളത് പ്രവേശിച്ചിട്ടുണ്ട്. മുത്തനബിയുടെ കൗല് നോക്കാം, അൽ ഖൈലു വൽ ലൈലു വൽ ബൈദാഉ തഅരിഫുനി വസ്സൈഫു വറുംഹു വൽ ഖിർതാസ് വൽ ഖലമു. ഈ പദങ്ങളിലെല്ലാം ഖൈല്, ലൈല്, ബൈദാ, സൈഫ്, റുംഹ്, ഖിർതാസ്, ഖലം, ഇതിലെല്ലാം അല്ല് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇസ്മാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. അഞ്ചാമത്തെ കാര്യം, ഇസ്മിനെ തിരിച്ചറിയാനുള്ള അഞ്ചാമത്തെ അടയാളം അൽ ഇസ്നാദു ഇലൈഹി, അതായത് അൽ ഹദീസ് അനു, അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയും. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഫൽ ഹദീസു ലാ യകൂനു ഇല്ലൽ അസ്മായി, ഇസ്മുകളെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും കാര്യങ്ങൾ. ഫൈദാ തഹദ്ദസ്ത അൻ കലിമത്തിൻ, ഒരു പദത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ ഫൈസ്മുൻ. അപ്പോൾ അതുപോലെ ഖാമ സൈദുൻ എന്ന് പറയണം. അപ്പോൾ തഹദ്ദസ്താനി സംസാരിക്കുന്ന സൈദിൻ ബിൽ ഖിയാം, സൈദിനെ കുറിച്ചാണ് ഈ പറയുന്നത്. സൈദിനെക്കുറിച്ച് സൈദിൻ്റെ ഖിയാമ കൊണ്ടാണ് ഇനി സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സൈദ് ഇസ്മാണ്. മുഹമ്മദുൻ മുജ്തഹിദുൻ, തഹദ്ദസൻ മുഹമ്മദിൻ, നീ മുഹമ്മദിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മുഹമ്മദ് പരിശ്രമിക്കുന്നവനാണ്. ജിഹാദ്, ജിഹാദ് കൊണ്ട് മുഹമ്മദിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് ഇസ്മാണ്. അപ്പോൾ ഏതിനെക്കുറിച്ചാണോ നമ്മൾ ഒരു കാര്യം പറയുന്നത് അത് ഇസ്മായിരിക്കും. ഇങ്ങനെ ഇസ്മിനെ തിരിച്ചറിയാൻ 5 അടയാളങ്ങളാണ് നമുക്കുള്ളത്. പലപ്പോഴും ഇസ്മ, ഫീല്, ഹർഫുകളൊക്കെ വേർതിരിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഇസ്മ എങ്ങനെ മനസ്സിലാക്കാം, ഇത് ഈ 5 അടയാളങ്ങൾ നമ്മൾ നോക്കുക. ഏതെങ്കിലും അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് ഇസ്മാണ് എന്ന്.